ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജൂമി സാവിയോ. ഞാൻ അങ്കമാലി കിടങ്ങൂർ ഉണ്ണിമിശിഹ പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചറായിട്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2020 ജാനുവരിയിൽ ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതൊന്ന് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ പ്ലാനിട്ട് ഞാൻ റിസൈൻ ചെയ്തു. അത് നടക്കുന്ന 2020 ജാനുവരിയിലാണ്. ആ മാർച്ചിലാണ് കോവിഡ് മൂലം ലോക്ക്ഡൗൺ വരുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷകളും പദ്ധതികളെല്ലാം തകിടം മറിഞ്ഞു. പിന്നെ ഞങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും വന്നു. ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2021 നവംബർ 5-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എൻ്റെ നിയോഗങ്ങളുണ്ടായിരുന്നത് ഈ ബിസിനസ് ഉയരുന്നതിനെക്കുറിച്ചും വീട് വയ്ക്കുന്നതിനെക്കുറിച്ചും മക്കൾ നന്നായി പഠിച്ച് കയറുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിയോഗങ്ങളായിട്ട് വെച്ചത്. ഡിസംബർ മാസത്തിൽ അവിടെ അടുത്തുള്ളൊരു ഗവൺമെൻറ് സ്കൂളിൽ ടെമ്പററി ആയിട്ട് ഒരു വേക്കൻസി വന്നു. ഞാൻ ജോലിക്ക് ഇനി പോവണ്ട, ബിസിനസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും എന്തോ ഒരു കാരണത്താൽ ഞാൻ അവിടെ പോയി. എനിക്കവിടെ ആ ജോലി കിട്ടി. ഡിസംബർ 13-ാം തീയതി ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തു. എന്തുകൊണ്ട് പോയി എന്ന് എനിക്കിപ്പോഴും അപ്പോഴൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഡിസംബർ മാസം അവസാനമായപ്പോൾ US ഉള്ള ഞങ്ങളുടെ ഒരു റിലേറ്റീവ്, ഞങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാത്ത ആളാണ്, വളരെ സ്നേഹമുള്ള ആളാണ്, പക്ഷേ റെഗുലറായിട്ടൊരു കോണ്ടാക്റ്റ് വയ്ക്കാത്ത ആളാണ്. എന്നെ വിളിച്ച് അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ജാനുവരി തൊട്ട് ഈ നിമിഷം വരെ എല്ലാ വാതിലുകളും കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ മുമ്പിൽ തുറക്കുന്നതായിട്ടും 3 ഇൻ്റർവ്യൂ എനിക്ക് കൃപാസനം മാതാവിൻ്റെ മെഡൽ കയ്യിൽ പിടിച്ച് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും സാധിച്ചു. ഈ ജൂലൈ 11-ന് US പോകാൻ അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഫാമിലി വിസയോടുകൂടി ജോലിക്ക് കയറാനുള്ള ഒരു വലിയ ദൈവാനുഗ്രഹം. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു മഹാത്ഭുതം കൃപാസനം മാതാവ് എനിക്ക് ചെയ്തു തന്നു. സത്യത്തിൽ എൻ്റെ നിയോഗങ്ങൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒന്നും എനിക്ക് സാധിച്ചു എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പറ്റില്ല. പക്ഷേ അതിനൊക്കെ ഉപരിയായി എനിക്ക് വേണ്ടി ഇട്ട പദ്ധതികൾക്കപ്പുറം മഹത്തരവും അതിമനോഹരവുമായ പദ്ധതി ദൈവം എനിക്ക് വേണ്ടി തുറന്നു തന്നു, എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഡിസംബർ മാസത്തിൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദർ, നിലമ്പൂരുള്ള ആളാണ്, 95 വയസ്സായിട്ടുണ്ട്, കിടക്കുന്ന ആളാണ്. അമ്മച്ചിക്ക് ഒരു 20 വർഷമായിട്ട് നാക്കിന് പൂപ്പൽ ഉണ്ടാവുന്നുണ്ട്. പല മരുന്നുകൾ ട്രൈ ചെയ്തു. അത് കൂടുതൽ പ്രശ്നമാവുകയാണ്. അമ്മച്ചിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാണാൻ വരുന്നവരോടൊക്കെ സംസാരിക്കാൻ പറ്റാതെ നാക്ക് പുറത്തിട്ട് ഒരു പ്രത്യേക രീതിയിലാണ് അമ്മച്ചി സംസാരിക്കുന്നത്. വരുന്നവർക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത ഉടനെ ആയതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആരും കാണാതെ മാതാവിൻ്റെ തൈലം അമ്മയുടെ നാക്കിൽ പുരട്ടി കൊടുത്തു. കുടുംബത്തിൽ ആരോടും പറഞ്ഞില്ല. പക്ഷേ വൈകുന്നേരം ആയപ്പം വീട്ടിൽ നിൽക്കുന്ന ആൻറ്റി ഇങ്ങനെ പറയുന്ന കേട്ടു, നാക്കിന് എന്തൊരു വ്യത്യാസമാണ്, അതിലെ പൂപ്പൽ മാറിയിട്ടുണ്ടല്ലോ, എന്താ പറ്റിയേ എന്ന്. അപ്പോഴാണ് എനിക്ക് പോലും വിശ്വാസം വന്നത്. ഞാൻ രണ്ടാമത് ഒരിക്കൽ കൂടെ തേച്ചു കൊടുത്തു. ഡിസംബറിലാണ് അത് ചെയ്തത്. ഇതുവരെ അമ്മച്ചിക്ക് പിന്നെ നാക്കിലെ പൂപ്പൽ മുഴുവനായിട്ട് മാറുകയും ചെയ്തു. ഇതുവരെ അമ്മച്ചിക്ക് പിന്നെ അത് വന്നിട്ടില്ല. മൂന്നാമതായിട്ട് എൻ്റെ മോൻ ചെറിയ ആൾ ഡ്രൈ സ്കിന്നാണ്. അവന് ബൈ ബർത്ത് തന്നെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ കാലിന് ഉപ്പുറ്റിക്ക് ചുറ്റും കാലിൻ്റെ അടിയിലും തൊലി പോയി ചെറിയ മുറിവുകൾ വരുന്നുണ്ടായിരുന്നു. മാതാവിൻ്റെ തൈലം പുരട്ടിയതിന് ശേഷം ആ മുറിവുകൾ പിന്നെ വന്നിട്ടില്ല, പൂർണ്ണമായിട്ടും മാറി. എൻ്റെ പദ്ധതികൾക്കപ്പുറം എന്നെ സ്നേഹിച്ച് എന്നെ പരിപാലിക്കുന്ന എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്ന എൻ്റെ മാതാവിനും കൃപാസനം മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മീനു ഡോൺ. ഞാൻ വെള്ളാങ്കല്ലൂർ വെളയനാട്ടിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. എൻ്റെ ഉടമ്പടിയിൽ ഞാൻ 6 ഉടമ്പടികളായിരുന്നു ഞാൻ കാഴ്ചവെച്ചത്. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയായിരുന്നു എൻ്റെ കൊച്ചിൻ്റെ ഇയർ ലോബ്
ഏത് നേരം ഇയർ പ്രിക്ക് ചെയ്തിട്ട് ചെറുപ്പത്തിലെയാണ് 7-ാം മാസം ആയപ്പോഴേക്ക് അവളുടെ കാത് കുത്തിയതായിരുന്നു. എന്നാലും ഇപ്പം വലുതായ ശേഷം അവളുടെ ഒരു കാതിൻ്റെ ആ ഓട്ട ഏത് നേരം പഴുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടിയുടെ തൈലവും പുരട്ടി അത് മാതാവിനെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച ശേഷം എന്താണോ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ തോന്നി, ആ ഓട്ട മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ആ ഓട്ട അടിഞ്ഞു പോട്ടെ, രണ്ടാമത്തെ ഓട്ട കുത്തിയാൽ മതി എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ ഓട്ടയും കുത്തി. അങ്ങനെ ഇപ്പം പൂർണ്ണ സൗഖ്യം കിട്ടി കൊച്ചിന്. അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ഉടമ്പടിയുടെ ഇതായിരുന്നു. എൻ്റെ രണ്ടാമത്തെ കൊച്ച് ജന്മലെ കാർഡിയാക്ക് കൊച്ചാണ്. അപ്പോൾ കൊച്ചിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതായിരുന്നു. രണ്ടാമത്തെ ഓപ്പറേഷൻ്റെ മുമ്പായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ഞാൻ ഓപ്പറേഷൻ മാറിക്കിട്ടാനല്ല പ്രാർത്ഥിക്കണേ, മാതാവിൻ്റെ ഇഷ്ടം എന്തുട്ടാ അതെന്നെ നടത്തി തരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി മാതാവ് കൊച്ചിൻ്റെ രണ്ടാമത്തെ ഓപ്പൺ ഹാർട്ട് സർജറി ആയാലും സക്സസ്ഫുള്ളി നടത്തി തന്നു. ഒരു കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ കൊല്ലമാണ് കൊച്ചിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ്. ഇന്ന് ഒരു കൊല്ലം കഴിഞ്ഞു കൊച്ചിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. കൊച്ചിന് യാതൊരു പ്രശ്നമില്ല. ഈ പ്രാവശ്യം ചെന്നപ്പോൾ ഡോക്ടറിനോട് ഞങ്ങൾ കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഓപ്പറേഷൻ്റെ സമയത്ത് ചെറിയൊരു ഹോളിട്ടിരുന്നു, കാരണം കൊച്ചിന് കൂടുതൽ പ്രഷർ ഹാർട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അത് എനിക്ക് ഈ ഹോൾ ചെയ്യണമെന്ന് പറഞ്ഞു. വലിയ തിരക്കൊന്നുമില്ല, നിങ്ങളുടെ ഇതുപോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞു. പിന്നെ നോക്കാം ഡോക്ടറെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അമ്മ മാതാവ് അത് മാറ്റിത്തരും എന്നുള്ളൊരിത്. ആ ഹോള് താനെ അടിഞ്ഞു പോവും. മാതാവിൻ്റെ താല്പര്യം അനുസരിച്ച് തന്നെ ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ ഇതായിരുന്നു, ഞാൻ നേഴ്സാണ്. ബട്ട് എനിക്ക് ഒരു 8 കൊല്ലത്തെ ഗ്യാപ്പായിരുന്നു. അപ്പോൾ എനിക്കൊരു ജോലി ഒരു സ്ഥലത്തും കിട്ടുന്നുണ്ടായില്ല. എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, ഒരു ജോലി കിട്ടണില്ലല്ലോ. ഞാൻ കുറേ ശ്രമിച്ചു. ഞാൻ നാട്ടിലായാലും കുറേ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറേ അധികം വിഷമിച്ചു പോയി. മാതാവിനോട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ഉടമ്പടി 3 മാസം തികഞ്ഞില്ല. അതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ജോബ് വിസ കിട്ടി. ഞാൻ ജോബിലേക്ക് എനിക്ക് ബഹറിലാണ് എൻ്റെ കെട്ടിയും വർക്ക് ചെയ്യണത്. ഞങ്ങൾക്ക് ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായതായിരുന്നു. എന്നാലും ഞാൻ ഇവിടെ വന്ന് എൻ്റെ ജോബിന് വേണ്ടി നോക്കാമെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നതായിരുന്നു 1 വർഷം മുമ്പ്. അത് മാതാവ് ബഹറിൽ എന്നെ തിരിച്ച് വിളിപ്പിച്ച് എനിക്കൊരു ജോബ്, കെയർ ടേക്കറാണ്, എന്നാലും കെയർ ടേക്കറിൻ്റെ ഒരു ജോബ് എനിക്ക് തന്നു, നല്ല ശമ്പളത്തോടു കൂടി. ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. 4ാമത്തെ എൻ്റെ അപ്പച്ചന് ഭയങ്കര ഹൈ ഷുഗറായിരുന്നു. അതും മാതാവിൻ്റെ ഉടമ്പടിയുടെ ഇതിൽ ഞാൻ വെച്ചിരുന്നു. ആ ഉടമ്പടിയിൽ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവ് എൻ്റെ അപ്പച്ചൻ്റെ ഷുഗർ ലെവൽ കുറച്ച് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഭയങ്കരമായിട്ട് ലോ ലെവലായി. അപ്പയാണ് ഞാൻ ഓർത്ത് ഞാൻ മാതാവിനോട് എൻ്റെ അപ്പച്ചൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ എഴുതണമായിരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടി എഴുതിയത് ലോ ലെവലാക്കി തരാനായിരുന്നല്ലോ. എൻ്റെ മാതാവ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ തിരുത്തി. അത് കഴിഞ്ഞപ്പോൾ മാതാവ് ഇപ്പം കൺട്രോൾ ലെവൽ ആക്കിയിരിക്കുന്നു, ഡയബറ്റിക്സിൻ്റെ ഷുഗർ ലെവൽ. എൻ്റെ 5ാമത്തെ ഞങ്ങൾക്കൊരു വീടുണ്ടായില്ല സ്വന്തം. ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, തറവാട്ട് വീട്ടിലായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്താലും തറവാട്ടിൽ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ആ വീടെടുത്തോ, ബാക്കിയുള്ള എല്ലാവർക്കും എന്താ വേണ്ടേ അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ കൊടുത്ത് തീർത്തോണം എന്നുള്ള രീതിയിൽ അങ്ങനെ അത് സമ്മതിച്ചു തന്നു. മാതാവിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി അത് ഞങ്ങളെല്ലാവരുടെ അവകാശം കൊടുത്ത് തീർത്തിട്ടില്ല. മാതാവ് വന്നാലും അതിൽ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.
5ാമത്തെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് തണ്ടൽ വേദനയും ആറാമത്തെ എൻ്റെ ജീവിത പങ്കാളിക്ക് തണ്ടൽ വേദനയും യൂറിക് ആസിഡിൻ്റെ ഇതിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി വെച്ചായിരുന്നു. ആ 6ാമത്തെ ഉടമ്പടിയിൽ കുറവുണ്ട്, അത് പൂർണ്ണമായി മാറിയിട്ടില്ല. എന്നാലും ഞാൻ മാതാവിൻ്റെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എന്നേലും മാതാവ് അത് മാറ്റിത്തരും എന്നുള്ളൊരിത്. മാതാവിന് കോടാനുകോടി നന്ദിയും സ്തോത്രവും.